ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് ഈ കാര്യം. നമ്മൾ കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 2-3 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ചിക്കൻ മസാല ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചിക്കനകത്ത് തന്നെ വെള്ളം കാണും, അത് വേകാനുള്ള ആ വെള്ളം മതി. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഒഴിച്ച് ഇത്രയും ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കർ അടച്ചടുപ്പേ വെച്ച് ഒരു 2 വിസിലടിക്കുക. 2 വിസിലടിക്കുമ്പോഴത്തേക്കും ചിക്കൻ ആവശ്യത്തിന്. പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്തിൽ ഒരു 4-ാം ക്ലാസ്, ഒരു 5-ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒന്നും ചിക്കൻ വാങ്ങിക്കത്തില്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ചിക്കൻ വാങ്ങിക്കുന്നത്. ഈ ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും. അന്ന് ചിക്കൻ കറിയും കൂട്ടി ചോറുണ്ണാവല്ലോ, ആ കാര്യമൊക്കെ ഓർത്ത്. എൻ്റെ വീടാണെങ്കിൽ എന്നിട്ട് ഓല മേഞ്ഞ വീടായിരുന്നു. ഞാനൊരു 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ വീട് ഒരു ഓടിട്ട വീട് പലകടിച്ചത്. അതിന് മുന്നേ ഒരു 5, 6, 7 ക്ലാസ് വരെ ഒരു ഓല മേഞ്ഞ വീടായിരുന്നു. ഓല മേഞ്ഞ വീട്ടിൽ ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ആകുമ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഓല മാറ്റി, അമ്മ മെടഞ്ഞു വെക്കുന്ന ഓല മാറ്റി വേറെ പുതിയ ഓലയാക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചോരും ഒരുപാട്. അതിനു വേണ്ടി പുതിയ ഓല മേയാനായിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ വരും, നമ്മുടെ അയലത്തുള്ളതും. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വന്ന് ഓല മേഞ്ഞ് കഴിയുമ്പം അവർ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് നമ്മളന്ന് ചിക്കൻ കറിയൊക്കെ മേടിച്ച് കറി വെച്ച് അവർക്ക് ഊണ് കൊടുക്കും. അതൊക്കെ ഒരു പ്രത്യേക ഓർമ്മയാണ് മനസ്സിലെന്നും. എനിക്ക് ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. മൺചട്ടിയിലൊക്കെ ആയിരുന്നു ചിക്കൻ കറി വെക്കുന്നത്, അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ. ഇന്നിപ്പം നമ്മൾ ഇവിടെ വെക്കുന്നത് ഒരു പാത്രം എടുത്ത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് തേങ്ങാക്കൊത്തിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് സബോള ഇട്ട് നമ്മൾ വഴറ്റിയ ശേഷം കുറച്ച് ഉപ്പും കൂടി ഇടും. ഉപ്പിടുമ്പോഴത്തേക്കും സബോള പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അത് വഴണ്ടി വരും. അപ്പോഴത്തേക്ക് നമ്മൾ പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഈ ഓലഞ്ഞ മേഞ്ഞ വീട്ടിലാണെങ്കിൽ താഴെ ഒരു സിമെൻ്റൊക്കെ വെച്ചിട്ട്, വേസ്റ്റിലൊക്കെ വെച്ചിട്ട് ഒരു കൊരണ്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് തൊട്ടിച്ചിര മാറി നമ്മൾ താഴെ തന്നെ അടുപ്പുമൊക്കെ. അപ്പം അമ്മ ആ സിമെൻറ്റ് കൊരണ്ടി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് മാറിയിരിക്കും. എന്തിനാണെന്നറിയാമോ? ചിക്കൻ കറി വെന്ത് കഴിയുമ്പോഴത്തേക്കും അമ്മ ഒരു കുഞ്ഞു കറിപ്പാത്രത്തിൽ ഇങ്ങനെ ഒരു പീസ് ഇട്ട് നമുക്ക് ഉപ്പ് നോക്കാൻ തരും. അത് ചിക്കൻ മേടിക്കുമ്പം തൊട്ട് നമ്മൾ പിന്നെ അടുപ്പും കറിയൊന്നും മാറത്തില്ല. ഇതിൻ്റെ ഉപ്പ് നോക്കി തീരണം. ഉപ്പ് നോക്കി കഴിയുന്നവരെ നമ്മൾ ആ അമ്മയുടെ അടുത്ത് പറ്റി നിൽക്കും ഉപ്പ് നോക്കാൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഉള്ളിയൊക്കെ വഴണ്ട് ഒരുമാതിരി വന്നു നമ്മളുടെ. അപ്പോഴത്തേക്കും നമ്മളത് കുറച്ച് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റി, അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ്. അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇനി നമ്മൾ നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി, ചിക്കൻ മസാല എല്ലാം ഇച്ചിരി ചിക്കനകത്ത് പുരട്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിനകത്തും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല, മല്ലിപ്പൊടി, പിന്നെ ഇത് പൊട്ടിച്ച് വെച്ച കുരുമുളക് പൊടി എന്ന് പറയാൻ പറ്റത്തില്ല, കുരുമുളക് പൊട്ടിച്ചത്. ഞാൻ പെട്ടെന്ന് കുരുമുളകേ ഉള്ളായിരുന്നു, കുരുമുളക് പൊടി ഇല്ലായിരുന്നു. അപ്പം പെട്ടെന്ന് മറ്റേ ഈ ചതയ്ക്കുന്ന കല്ലിനകത്ത് വെച്ച് പേപ്പറെ വെച്ച് ഇടിച്ച് ഞാൻ പൊട്ടിയതേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും നമ്മുടെ എരിവ് ഇറങ്ങും. അതും കൂടെ കുറച്ച് ചേർത്ത് കുറച്ച് ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഉള്ളിക്കകത്ത് പോലെ വഴറ്റിയെടുക്കണം. നല്ലോണം വഴണ്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 വിസിലായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒഴിച്ച് എടുത്താൽ മതി. ചിക്കൻ വേറെ വേവിക്കാൻ വെച്ചത് എന്താണെന്ന് വെച്ചാൽ അപ്പം ഇതിനകത്തോട്ടിട്ട് വേഗം അത്ര സമയം വേണ്ടല്ലോ. ഇതെല്ലാം വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും മറ്റേ അടുപ്പിലിരുന്ന് ചിക്കൻ പെട്ടെന്ന് വേകും. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ചിക്കനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും മിക്സ് ചെയ്ത് പെട്ടെന്ന് എടുക്കാം. ചിക്കൻ വേകുന്ന സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമുക്ക് ചിക്കൻ കറി വെക്കാം. ഇതെല്ലാം വഴറ്റിയിട്ട് ചിക്കൻ ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് അപ്പം നമ്മൾ ചിക്കൻ വേകുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കാരണം ഇത് പെട്ടെന്നാകാൻ വേണ്ടിയാണ് ഞാൻ ചിക്കൻ അന്നേരം കുക്കറിൽ വേവിക്കാൻ വെച്ചത്. കുക്കറിൽ വെന്ത് കിട്ടുമ്പോഴത്തേക്കും പിന്നെ ചിക്കൻ വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട്.
അപ്പോൾ അങ്ങനെ വെന്ത് വിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയതിനകത്തോട്ട് ഒഴിച്ച്, നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലായിരുന്നു, ഇത് ചിക്കനകത്തുള്ള വെള്ളം തന്നെ. അപ്പോൾ വെന്ത് വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാവും. നന്നായിട്ട് ചിക്കനൊക്കെ വേകുകയും ചെയ്യും ഇങ്ങനെ ചിക്കൻ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിക്കാനും പറ്റും. ഇച്ചിരി എരിവൊക്കെ കുറച്ച് വെക്കുവാണെങ്കിൽ. ഞാൻ മിക്കപ്പോഴും എരിവ് കുറച്ചാണ് വെക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കഴിക്കേണ്ടതുകൊണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. നമ്മൾ ചോറും എടുത്ത്, ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ മോന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, അവനത് മാത്രം കൂട്ടി കഴിച്ചോളും. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ചോറുണ്ടു. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ.